ഇന്ന് ഞാൻ ഒരു ഗ്രീക്ക് കഥയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അരാക്നിയുടെ കഥ. പണ്ട് ഗ്രീസിൽ വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ പേരായിരുന്നു അരാക്നി. അവൾ ഒരു ഇടയൻ്റെ മകളായിരുന്നു. അവളുടെ കണ്ണുകൾ വലുതായിരുന്നു. മാത്രമല്ല നീല നിറമുള്ള കണ്ണുകളായിരുന്നു അവളുടേത്. സ്വർണ്ണ തലമുടി ഉണ്ടായിരുന്നു. അവൾക്ക് ഏറ്റവും ഇഷ്ടം നെയ്യാനായിരുന്നു, തുണി നെയ്യാനായിരുന്നു. നൂല് നൂറ്റ് മനോഹരമായ വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നതിൽ വിദഗ്ധയായിരുന്നു അരാക്നി. അത് പകലെന്നോ രാത്രിയെന്നോ വെയിലെന്നോ മഴയെന്നോ മഞ്ഞെന്നോ ഒന്നും അവൾ നോക്കില്ല. നെയ്യാൻ തുടങ്ങിയാൽ ഒരു തടസ്സങ്ങളും വകവെക്കാതെ ഒന്ന് എഴുന്നേറ്റ് പോവുക പോലും ചെയ്യാതെ അവൾ അങ്ങനെ ഇരുന്ന് നെയ്തുകൊണ്ടിരിക്കും. അവൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് നെയ്ത്തായിരുന്നു. ഇങ്ങനെ ആസ്വദിച്ച് ചെയ്യുന്നത് കൊണ്ടാവണം അവളുടെ നെയ്ത്ത് അതിവിശിഷ്ടമായിരുന്നു. അതുപോലെ നെയ്യാൻ ലോകത്ത് ആർക്കും പറ്റില്ല എന്ന് എല്ലാവരും വിശ്വസിച്ചു. അവളുടെ തറിയിൽ നെയ്തെടുത്ത തുണികൾ വളരെ നേർത്തതും മിനുസമുള്ളതും ഭംഗിയുള്ളതുമായിരുന്നു. അത് എന്ത് നൂല് കിട്ടിയാലും അവളതുകൊണ്ട് തുണിയുണ്ടാക്കും. അതിപ്പോൾ ചണമാണെങ്കിലും കമ്പിളിയാണെങ്കിലും പരുത്തിയാണെങ്കിലും എന്തായാലും എന്തുകൊണ്ട് വേണമെങ്കിലും മനോഹരമായ വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നതിൽ പ്രഗത്ഭയായിരുന്നു നമ്മളുടെ അരാക്നി. സാധാരണ നൂല് കൊണ്ട് അവളുടെ തറിയിൽ നെയ്യുമ്പോൾ മനോഹരങ്ങളായ വസ്ത്രങ്ങളായിട്ട് അത് രൂപം മാറും. അവൾ നെയ്തുണ്ടാക്കുന്ന വസ്ത്രങ്ങൾ കാണാൻ പോലും ആൾക്കാർ വരിയായിട്ട് വന്ന് നിൽക്കാറുണ്ടായിരുന്നു. അത് കാണാൻ പറ്റുന്നത് പോലും ഭാഗ്യമായിട്ട് മറ്റുള്ളവർ കരുതുമായിരുന്നു. അവൾ പരുത്തി കൊണ്ടോ കമ്പിളി കൊണ്ടോ ചണം കൊണ്ടോ എന്തുകൊണ്ടോ ആവട്ടെ വസ്ത്രങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് കണ്ടു നിൽക്കുന്ന ആൾക്കാർ പറയാറുള്ളത് ഇത് വെറും ചണമോ നൂലോ പരുത്തിയോ ഒന്നും കൊണ്ടല്ല, അതിൻ്റെ ഒപ്പം അവൾ സൂര്യരശ്മികൾ കൂടി ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവൾക്ക് ഇത്ര തിളക്കവും ഭംഗിയും ഉണ്ടാകുന്നത്. എല്ലാവരും വന്നിങ്ങനെ പ്രശംസിക്കുമ്പോൾ, എല്ലാവരും അവളുടെ വസ്ത്രത്തിനെ പറ്റി വളരെ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അരാക്നിക്ക് കുറേശ്ശെ അഹങ്കാരമായി തുടങ്ങി. ഞാൻ ഉണ്ടാക്കുന്നത് പോലെ ഭംഗിയുള്ള വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ആർക്കും പറ്റുകയില്ല, ഞാൻ ഉണ്ടാക്കുന്നത് പോലെ നേർമയുള്ള തുണി മറ്റെവിടെ കാണും എന്നൊക്കെ അവൾ പൊങ്ങച്ചം പറഞ്ഞു തുടങ്ങി. ഇത്രയും അപൂർവവും തിളക്കമേറിയമായ പട്ട് മറ്റാർക്കും എനിക്ക് കൊണ്ടുവന്ന് കാണിച്ചു തരാൻ പറ്റും എന്ന് മറ്റുള്ള ആൾക്കാരെ അവൾ വെല്ലുവിളിച്ചു തുടങ്ങി. ഇതൊക്കെ കേൾക്കുന്ന ആൾക്കാർ അവളോട് ചോദിക്കും, ആരാണ് നിന്നെ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചത്? ആരെങ്കിലും പഠിപ്പിക്കാതെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവൾ പറയും, എന്നെ ആരും പഠിപ്പിച്ചതല്ല, ഞാൻ ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ച് കണ്ടുപിടിച്ചതാണ്, ഞാനിതെല്ലാം തനിയെ പഠിച്ചതാണ്, എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. അപ്പോൾ ആൾക്കാർ പറയും, അഥീനാദേവിയുടെ അനുഗ്രഹമില്ലാതെ എങ്ങനെ നിനക്കിങ്ങനെ തയ്ക്കാൻ പറ്റും? അഥീനാദേവി ഒരു ഗ്രീക്ക് ദേവതയാണ്. അഥീനാദേവി യുദ്ധത്തിൻ്റെ ദേവതയായിരിക്കുമ്പോൾ തന്നെ കരകൗശല വിദ്യയുടെയും ദേവിയായിരുന്നു. കരകൗശല വിദ്യകൾ ദേവിയുടെ അനുഗ്രഹമില്ലാതെ ആൾക്കാർക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് അന്നൊരു വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആൾക്കാർ അരാക്നിയോട് ഇങ്ങനെ ചോദിച്ചത്, അഥീനാദേവിയുടെ അനുഗ്രഹം കൊണ്ടല്ലേ നിനക്ക് ഇത്ര മിടുക്കോടെ ഇത്ര ഭംഗിയോടെ നെയ്യാൻ പറ്റുന്നത്? അപ്പോൾ അരാക്നി ചോദിച്ചു, ഏത് അഥീന? ആ വായുവിൻ്റെയും യുദ്ധത്തിൻ്റെയും ഒക്കെ ദേവതയായ അഥീനയോ? അവർക്ക് എന്നെ എങ്ങനെ പഠിപ്പിക്കാൻ പറ്റും? ഇത്രയും ഭംഗിയുള്ള നൂല് അവർക്ക് നൂൽക്കാൻ പറ്റുമോ? അവർക്ക് പോലും പറ്റില്ല ഞാൻ ചെയ്യുന്നത് പോലെ ഭംഗിയുള്ള നൂല് കൊണ്ട് ഇത്ര നേർമയുള്ള വസ്ത്രമുണ്ടാക്കാൻ. അത്ര മിടുക്കിയാണെങ്കിൽ അഥീന വന്ന് എന്നോടൊന്ന് മത്സരിച്ച് നോക്കട്ടെ, ഞാൻ അവർക്കറിയാൻ വയ്യാത്തതൊക്കെ വേണമെങ്കിൽ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം. എപ്പോഴും ഇതൊക്കെ തന്നെയായി അരാക്നിയുടെ സംസാരം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അരാക്നി നോക്കുമ്പോൾ വാതിക്കൽ നീണ്ട കുപ്പായമിട്ട് ഒരു സ്ത്രീ നിൽക്കുന്നു. വളരെ സുന്ദരിയായ ഒരു സ്ത്രീ, പക്ഷെ ഗൗരവക്കാരിയാണ്, നല്ല പ്രായമുണ്ട്. ആ സ്ത്രീ ചോദിച്ചു, അരാക്നി, നിനക്ക് അഥീനാദേവിയെക്കാളും നന്നായിട്ട് നെയ്യാൻ പറ്റുമെന്ന് കേൾക്കുന്നല്ലോ, നേരാണോ? അപ്പോൾ അരാക്നി ചോദിച്ചു, എന്താ സംശയം? എന്നെപ്പോലെ നെയ്യാൻ ഈ ഭൂമിയിലെങ്ങും ആരുമില്ല, ഭൂമിയിലെന്നല്ല ദേവലോകത്ത് പോലും ആരുമില്ല. അഥീന ചിലപ്പോൾ കരകൗശല വിദ്യയുടെ ദേവിയൊക്കെ ആയിരിക്കും, പക്ഷെ എൻ്റെ മുന്നിൽ അഥീന ഒന്നുമല്ല, അഥീനയ്ക്ക് പോലും എൻ്റെ അത്ര കഴിവില്ല. അപ്പോൾ ആ വൃദ്ധ ചോദിച്ചു, നൂൽക്കാനും നെയ്യാനും അഥീനയുടെ സഹായമില്ലാതെ നിനക്ക് പറ്റുമായിരുന്നു എന്ന് തന്നെയാണോ നീ വിശ്വസിക്കുന്നത്? അരാക്നി ചോദിച്ചു, എന്താ സംശയം? എനിക്ക് അഥീനയുടെ സഹായമൊന്നും ആവശ്യമില്ല. അപ്പോൾ ആ വൃദ്ധയായ സ്ത്രീ പറഞ്ഞു, അരാക്നി, ഈ മനോഭാവം ശരിയല്ല. അഥീനയുടെ സഹായം കൂടിക്കൊണ്ടാണ് നിനക്ക് നെയ്യാൻ പറ്റിയത്. ഒരു പക്ഷേ കാറ്റിലൂടെയും സൂര്യപ്രകാശത്തിലൂടെയും ഒക്കെ അഥീനയും നിന്നെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവണം. നിൻ്റെ ചുറ്റുപാടും നീ കണ്ട കാഴ്ചകളിലും നിൻ്റെ ബുദ്ധിയിൽ ഉദിച്ച ചിന്തകളിലും ചിലപ്പോൾ അഥീനയുടെ കൈകൾ കൂടി ഉണ്ടാവണം, അഥീനയുടെ അനുഗ്രഹം ഉണ്ടാവണം. അതിന് നീ അഥീനയോട് നന്ദിയുള്ളവളായിരിക്കേണ്ടതാണ്. അരാക്നി പറഞ്ഞു, ഞാൻ നന്ദി പറയില്ല, എൻ്റെ കഴിവിന് എനിക്ക് മറ്റാരോടും നന്ദി പറയേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് ആ വൃദ്ധയുടെ രൂപം മാറി. കണ്ണഞ്ചിപ്പിക്കുന്നൊരു പ്രകാശത്തോടെ അവിടെ അഥീന പ്രത്യക്ഷപ്പെട്ടു. അഥീന പറഞ്ഞു, ഞാനാണ് അഥീന ദേവി,
ഇപ്പോഴും എന്നെക്കാളും നന്നായിട്ട് നെയ്യാൻ പറ്റും എന്ന് തന്നെയാണോ നീ പറയുന്നത്? അരാഗ്നി ഒന്ന് പേടിച്ചു പോയെങ്കിലും അവൾ സമചിത്തത വിടാതെ പറഞ്ഞു, അതെ, എനിക്ക് അധീനാദേവിയേക്കാളും നന്നായിട്ട് നെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അധീന പറഞ്ഞു, എന്നാൽ നമുക്കൊരു മത്സരം വെക്കാം. ഇന്നേക്ക് 3-ാം ദിവസം മത്സരം തുടങ്ങും. നീ നിൻ്റെ തറിയിലും ഞാൻ എൻ്റെ തറിയിലും വസ്ത്രങ്ങൾ നെയ്യും. ഈ ലോകത്തുള്ള എല്ലാവരെയും ഞാൻ ആ കാഴ്ച കാണാൻ ക്ഷണിക്കുകയും ചെയ്യും. മേഘങ്ങളുടെ മധ്യത്തിൽ ജീവിക്കുന്ന ദേവാദിദേവനായ ജൂപ്പിറ്റർ ആയിരിക്കും നമ്മളുടെ മത്സരത്തിൻ്റെ വിധികർത്താവ്. ഈ മത്സരത്തിൽ നീ ജയിക്കുകയാണെങ്കിൽ പിന്നീട് ലോകമുള്ള കാലത്തോളം ഞാൻ നെയ്യുകയില്ല. നീ തോക്കുകയാണെങ്കിൽ പിന്നെ നീ തറയോ നൂൽ നൂൽക്കുന്ന കോലോ ഒന്നും തൊടാനേ പാടില്ല. അരാഗ്നി പറഞ്ഞു, ശരി, ഞാൻ സമ്മതിച്ചു. അധീന ഉടൻ തന്നെ മറഞ്ഞു പോവുകയും ചെയ്തു. 3 ദിവസങ്ങൾ കഴിഞ്ഞു. മത്സരത്തിനുള്ള സമയമായി. ഇതോടെ ലോകമെല്ലാം അറിഞ്ഞു അധീനയും അരാഗ്നിയും തമ്മിൽ നെയ്ത്ത് മത്സരം നടക്കുന്നു. എല്ലാവരും ഇത് കാണാൻ വന്നു. മഹാനായ ജൂപ്പിറ്റർ മേഘങ്ങൾക്കിടയിൽ വന്നിരുന്നു. അരാഗ്നി ഒരു മൾബറി മരത്തിന് തണലിലായിരുന്നു തൻ്റെ നെയ്ത്ത് യന്ത്രം വെച്ചത്. അധീനയാണെങ്കിൽ തൻ്റെ തറി ആകാശത്താണ് വെച്ചത്. അരാഗ്നിയുടെ നെയ്ത്ത് യന്ത്രത്തിന് ചുറ്റും പൂമ്പാറ്റകൾ പാറിപ്പറക്കുകയും ചീവീടുകൾ ശബ്ദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ അധീനയുടെ തറിക്ക് ചുറ്റും കാറ്റ് വീശുകയും സൂര്യൻ പ്രകാശിക്കുകയും ചെയ്തിരുന്നു. അരാഗ്നെ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന നേർമയേറിയ പട്ടുനൂലെടുത്തുകൊണ്ട് വന്ന് നെയ്തു തുടങ്ങി. അവൾ മനോഹരമായ ഒരു വലയാണ് നെയ്തത്. അതിന് ഒട്ടും കനമുണ്ടായിരുന്നില്ല. പറന്നു പോകും എന്ന് തോന്നുന്നത്ര നേർത്തത്. ഒട്ടും ഭാരമില്ല. എന്നാൽ അതിൻ്റെ കണ്ണുകൾ കൊണ്ട് ഒരാനയെയോ ഒരു സിംഹത്തിനെയോ തടഞ്ഞു നിർത്താനും പറ്റും. അത്ര ബലമേറിയത്. പല നിറത്തിലുള്ള നൂലുകൾ കൊണ്ടാണ് അവൾ ആ വല നെയ്തത്. ഇത് കണ്ട എല്ലാവരും പറഞ്ഞു, ഇത്ര മിടുക്കോടെ നെയ്യാൻ അറിയാവുന്നതുകൊണ്ടാണ് അവൾ ഇത്തിരി പൊങ്ങച്ചം പറയുന്നത്. അതിലൊരു കുഴപ്പവുമില്ല. ജൂപ്പിറ്ററിന് പോലും ആ വല ഇഷ്ടപ്പെട്ടു. അരാഗ്നെ ആ വലയിൽ കുറേ കഥകൾ നെയ്തു ചേർത്തു. മനുഷ്യരോട് ദൈവങ്ങൾ ചെയ്ത കുറേ കാര്യങ്ങളുടെ കഥകൾ. അരാഗ്നയ്ക്ക് അത്ര ഇഷ്ടപ്പെടാതിരുന്ന ദൈവത്തിൻ്റെ കുറേ ചെയ്തികളായിരുന്നു അവൾ നെയ്തു ചേർത്തത്. എന്നാൽ അധീന പതുക്കെയാണ് നെയ്തു തുടങ്ങിയത്. അരാഗ്നി പട്ടുനൂലുകൊണ്ട് നെയ്തപ്പോൾ അധീന നെയ്തത് സൂര്യരശ്മികളും മേഘശകലങ്ങളും ചേർത്തിട്ടാണ്. ആകാശത്തിൻ്റെ നീല കൊണ്ടും പാടങ്ങളുടെ പച്ച കൊണ്ടും ഒക്കെയാണ് അധീന നിറം ചേർത്തത്. ആ വലയിൽ നിറയെ ചിത്രങ്ങളായിരുന്നു. ദൈവങ്ങൾ മനുഷ്യരോട് ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങളുടെ, ദൈവങ്ങളുടെ അതിശയകരങ്ങളായ ശക്തികളുടെ ഒക്കെ കഥകൾ അധീന അവിടെ നെയ്തു ചേർത്തു. ആകാശരാജ്യത്ത് വസിക്കുന്ന ജൂപ്പിറ്ററിനെയും ചുറ്റുമുള്ള ദേവന്മാരെയും എല്ലാം അധീന ആ വസ്ത്രത്തിൽ നെയ്തു ചേർത്തു. അരാഗ്നയുടെ വസ്ത്രം നെയ്ത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ടാണ് അധീനയുടെ വസ്ത്രം നെയ്ത് കഴിഞ്ഞത്. അധീന താമസിച്ചാണല്ലോ തുടങ്ങിയത്. അരാഗ്നയുടെ വസ്ത്രത്തിനേക്കാളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് അധീനയുടെ വസ്ത്രമാണ്. ആ വസ്ത്രം കണ്ട അരാഗ്നയ്ക്ക് പോലും ആകെപ്പാടെ നാണക്കേട് തോന്നി. അവൾക്ക് വല്ലാത്ത ചമ്മൽ തോന്നി. താൻ പൊങ്ങച്ചം പറഞ്ഞു പോയല്ലോ. പക്ഷെ അതിനേക്കാളും കൂടുതൽ അവളെ വേദനിപ്പിച്ചത് ഇനി മേലിൽ തൻ്റെ നെയ്ത്തുപകരണങ്ങൾ തൊടാൻ പറ്റില്ലല്ലോ എന്നാണ്. മത്സരത്തിൽ തോറ്റാൽ തൻ്റെ നെയ്ത്തുപകരണങ്ങളൊന്നും ഇനി തൊടില്ല എന്ന് അരാഗ്നെ വാക്ക് കൊടുത്തു പോയതാണ്. അവൾക്ക് ആകെ നിരാശയായിപ്പോയി. ഇനി ഭൂമിയിൽ ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് പോലും അവൾക്ക് തോന്നി. അവൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നെയ്യുമ്പോഴായിരുന്നു. നെയ്ത്തിനോളം അവൾക്ക് സന്തോഷം കൊടുക്കുന്ന മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. എത്ര വലിയ ദുഃഖമാണെങ്കിലും എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും കുറച്ചു നേരം ഇരുന്ന് നെയ്താൽ അവളതെല്ലാം മറക്കുമായിരുന്നു. നെയ്യാതെ അവൾ ഇനി എങ്ങനെ ജീവിക്കും? അവൾ മുഖം കുനിച്ചിരുന്ന് ഏങ്ങി കരയാൻ തുടങ്ങി. അധീനദേവിക്ക് വലിയ സങ്കടം തോന്നി. അധീനദേവി പറഞ്ഞു, കഴിയുമായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ഉടമ്പടിയിൽ നിന്ന് നിന്നെ സ്വതന്ത്രയാക്കിയേനെ കുട്ടി. പക്ഷേ നീയാണ് നിൻ്റെ അഹങ്കാരം കൊണ്ട് ഈ വിന വരുത്തി വെച്ചത്. എന്തായാലും നിൻ്റെ ഉപകരണങ്ങൾ തറിയോ നൂലോ ഒന്നും കൈകൊണ്ട് തൊടുകയില്ലെന്നല്ല നീ എനിക്ക് വാക്ക് തന്നത്. നിനക്ക് ജീവിതത്തിൽ സന്തോഷിക്കണം എന്നല്ലേ ഉള്ളൂ, നെയ്യണം എന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ നിനക്കൊരു പുതിയ രൂപം തരാം. അത് ധരിച്ചാൽ പിന്നെ നിനക്ക് തറിയോ തക്ലിയോ ഒന്നും വേണ്ട. അല്ലാതെ തന്നെ നിനക്ക് നെയ്യാൻ പറ്റും. അധീനദേവി തൻ്റെ കയ്യിലുണ്ടായിരുന്ന കുന്തത്തിൻ്റെ അഗ്രം കൊണ്ട് അരാഗ്നയെ ഒന്ന് കുത്തി. അതോടെ അരാഗ്നെ ഒരു ചിലന്തിയായിട്ട് മാറി. ഒരു വലിയ എട്ടുകാലി പുല്ലിൽ തണലുള്ള ഒരു സ്ഥലത്തേക്ക് മാറിയിരുന്ന് സന്തോഷത്തോടെ ഒരു വല നെയ്തു തുടങ്ങി. നാം ഇന്ന് ഭൂമിയിൽ കാണുന്ന എട്ടുകാലികളെല്ലാം അരാഗ്നിയുടെ പിൻഗാമികളാണ്, അരാഗ്നിയുടെ സന്തതി പരമ്പരകളാണ്. ഇഷ്ടമായോ അരാഗ്നിയുടെ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.